ലോകത്തെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു മഹാമാരിയാണ്. പുതിയ പഠനങ്ങൾ അനുസരിച്ച് 83% ഇന്ത്യക്കാരിൽ ഇതുണ്ട്. ഒരു വൈറൽ പനി വന്നാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ട് ആ പനി മാറുമോ? പലർക്കും ഈ സത്യം അറിയില്ല. ആന്റിബയോട്ടിക്കുകൾ വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ ചികിത്സിക്കാനുള്ളതല്ല. ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളെ ചികിത്സിക്കാനുള്ളതാണ്. എന്നാൽ നമ്മൾ എന്തിനും ഏതിനും ആന്റിബയോട്ടിക് വലിച്ചു വരുത്തുന്ന ഒരു സമൂഹമാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നാൽ 2 ദിവസം റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞും അസുഖം മാറിയില്ലെങ്കിൽ ആശുപത്രികളിൽ പോയി പരിശോധിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക്കുകൾ കഴിക്കാവൂ. പരിശോധനയിലൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് സ്ഥിരീകരിച്ചാൽ നിങ്ങൾക്ക് തരുന്ന ആന്റിബയോട്ടിക് കോഴ്സ് പൂർത്തിയാക്കണം. പകുതി വെച്ച് നിർത്തിയാൽ ഈ ബാക്ടീരിയകൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നേടിയെടുക്കും. ആന്റിബയോട്ടിക് ഫലിക്കാതാകും. ആന്റിബയോട്ടിക്കിനെ പുറന്തള്ളാനുള്ള മാർഗങ്ങൾ ഈ ബാക്ടീരിയകൾ കണ്ടെത്തും. അവരുടെ DNA മാറ്റങ്ങളുണ്ടാവും. അങ്ങനെ ആന്റിബയോട്ടിക് ഫലിക്കാതെയാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്യൂബർക്കുലോസിസ് പോലുള്ള മാരകമായ അസുഖങ്ങൾ ചികിത്സിക്കാൻ പറ്റാതെയാകും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് അനാവശ്യമായി ഈ മരുന്നുകൾ കഴിക്കാതിരിക്കുക. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വൈറൽ ഇൻഫെക്ഷൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നേടിയെടുത്ത സൂപ്പർ ബഗുകളുടെ എണ്ണം ഇന്ത്യയിൽ കൂടി വരികയാണ്. നിങ്ങൾ എല്ലാവരും ഈ വിവരം അറിയുക. അനാവശ്യമായി മരുന്നുകൾ കഴിക്കരുത്. അത് ഗുണത്തെക്കാളുപരി ദോഷം ചെയ്യുകയുള്ളൂ.